ഹായ് നമസ്കാരം. നമ്മുടെ സ്പോർട്സ് കേരളം ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഡിസംബർ 1, 2024. നമുക്കറിയാം നമ്മുടെ ചെസ് അപ്ഡേറ്റാണ്. നമ്മുടെ ചെസ് ലോക ചാമ്പ്യൻഷിപ്പിൻ്റെ ഫൈനലിൽ ഇന്ത്യയുടെ ഡി ഗുഗേഷും നിലവിലുള്ള ചാമ്പ്യനായ ചൈനയുടെ ഡിങ് ലിറേനും തമ്മിൽ സിംഗപ്പൂരിൽ വെച്ച് ഏറ്റുമുട്ടുകയാണ്. അതിൽ 5ാമത്തെ ഗെയിം ഇന്നലെ നവംബർ 30 നടന്നു. നമുക്കറിയാം ആദ്യ 4 മത്സരങ്ങളിലും പൂർത്തിയായപ്പോൾ രണ്ടുപേർക്കും 2 പോയിൻ്റ് വീതം ആണ് ഉള്ളത്. 1ാമത്തെ മത്സരം ചൈനീസ് താരം വിജയിച്ചു, 2ാമത്തെ മത്സരം സമനിലയിലായി, 3ാമത്തെ മത്സരം ഗുഗേഷ് വിജയിച്ചു, 4ാമത്തെ മത്സരം വീണ്ടും സമനിലയിലായി. അതിൽ 1ാമത്തെയും 3ാമത്തെയും ഗെയിമിൽ ഗുഗേഷിനായിരുന്നു വെള്ളക്കരുക്കൾ. ഇനി നിന്ന് 5ാമത്തെ ഗെയിമിലും ഗുഗേഷിനായിരുന്നു വെള്ളക്കരുക്കൾ. നമുക്കറിയാം. അപ്പോൾ നമ്മൾ ഈ 3 ഗെയിമും തമ്മിലുള്ളൊരു സാമ്യം എന്താണെന്ന് വെച്ചാൽ, 1ാമത്തെ ഗെയിമിൽ അറിയാം വെള്ളക്കരുക്കൾ എടുത്തിട്ടും ഗുഗേഷ് പരാജയപ്പെട്ടു. ആദ്യ നീക്കം E4 ആയിരുന്നു. മറ്റേ ചൈനീസ് താരത്തിൻ്റെ, അതായത് നിലവിലുള്ള ലോക ചാമ്പ്യൻ്റെ ആദ്യ നീക്കം എന്ന് പറഞ്ഞാൽ E6 ആയിരുന്നു. അതായത് കിങ്ങിന് മുമ്പിലുള്ള കാലാണ് 2 കള്ളി ഗുഗേഷ് നീക്കി. മറുപടിയായി അതേ കോളത്തിലെ കിങ്ങിൻ്റെ മുമ്പിലുള്ള കാലാണ് ചൈനീസ് താരം E6 വെച്ചു. ഇതിനെ നമ്മൾ ഫ്രഞ്ച് ഡിഫൻസ് എന്നാണ് പറയുന്നത്. രണ്ടാമത്തെ പ്രാവശ്യം ഈ ഗുഗേഷിന് വെള്ളക്കരുക്കളായപ്പോൾ, അതായത് 3ാമത്തെ ഗെയിമിൽ കിങ്ങിന് മുമ്പിലുള്ള കാലാണ് അല്ല നീക്കിയത്, ക്യൂവിന് മുമ്പിലുള്ള കാലാണെയാണ് ആദ്യം നീക്കിയത്. ആ മത്സരത്തിൽ ഗുഗേഷ് വിജയിക്കുകയാണ് ചെയ്തത്. ഇപ്പോൾ ഇന്ന് 5ാമത്തെ ഗെയിമിൽ, അതായത് ഗുഗേഷ് വെള്ളക്കരുക്കളുമായി കളിക്കുന്ന 3ാമത്തെ ഗെയിമിൽ ഇന്നും ഗുഗേഷ് നീക്കിയത് E4 ആണ്. അത് രാജാവിന് മുമ്പിലുള്ള കാലാണ് കിങ്ങിന് മുമ്പിലുള്ള പോണിൽ 2 കോളം മുന്നോട്ട് നീക്കി. മറുപടിയായി ചൈനീസ് താരം നീക്കിയത് ആദ്യ ഗെയിമിൽ ചെയ്തത് തന്നെയാണ് ഫ്രഞ്ച് ഡിഫൻസ് എന്ന് വിളിക്കുന്ന E6. അതായത് അദ്ദേഹത്തിൻ്റെ കിങ്ങിന് മുമ്പിലുള്ള പോണിന് 1 കോളം മാത്രം മുന്നോട്ട് നീക്കി. രണ്ടാമതായി ഗുഗേഷ് നീക്കിയത് D4 ആയിരുന്നു. അതായത് ക്യൂവിന് മുമ്പിലുള്ള പോണിന് 2 കോളം മുന്നോട്ട് നീക്കി. മറുപടിയായി ചൈനീസ് താരം ക്യൂവിന് മുമ്പിലുള്ള പോണിന്, അദ്ദേഹത്തിൻ്റെ ക്യൂവിന് മുമ്പിലുള്ള പോണിന് അദ്ദേഹം 2 കോളം മുമ്പോട്ട് നീക്കി, D5 നീക്കി. 3ാമത്തെ നീക്കമായിട്ട് ഗുഗേഷ് ചെയ്തത് ആ കിങ്ങിന് മുമ്പിലുള്ള പോണിനെ ഉപയോഗിച്ച് ക്യൂവിന് മുമ്പിലുള്ള പോണിനെ വെട്ടിയെടുക്കുകയാണ് ചെയ്തത് 3ാമത്തെ നീക്കത്തിൽ. നമുക്കറിയാം 1ാമത്തെ ഗെയിമിൽ ഗുഗേഷ് ഇതുപോലുള്ള വെട്ടിയെടുക്കലൊന്നും നടത്തിയിട്ടുണ്ടായിരുന്നില്ല. അതിന് പകരം E4 ഉള്ള ഫോണിനെ 1 കള്ളി കൂടി മുമ്പോട്ട് നീക്കി E5 നീക്കുകയാണ് ചെയ്തത്. അപ്പോൾ ചൈനീസ് താരം ചെയ്തതെന്താ വെച്ചാൽ, അന്ന് ആദ്യത്തെ ഗെയിമിൽ C കോളത്തിലൂടെ പോണിനെ നീക്കി ഗുഗേഷിൻ്റെ D കോളത്തിലുള്ള പോണിനെ വെട്ടിയെടുത്തു. അത് അദ്ദേഹത്തിന് കുറേ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അല്ലേ. നമുക്കറിയാം. പിന്നെ C കോളത്തിലൂടെ അല്ലെങ്കിൽ ABC ഫയലിലൂടെ ചൈനീസ് താരം ഒരുപാട് ആക്രമണം പിന്നീട് അഴിച്ചു വിടുന്നത് കണ്ടു. ഗുഗേഷ് ആണെങ്കിൽ കുറേ പിൻവലിയുന്നതും കണ്ടു, വെട്ടിയെടുക്കാത്തത് കൊണ്ട്. എന്നാൽ ഇന്ന് 3ാമത്തെ നീക്കത്തിൽ ഗുഗേഷ് അത് വെട്ടിയെടുക്കുകയാണ് ചെയ്തത്. അതായത് കിങ്ങിന് മുമ്പിലുള്ള പോണിനെ ഉപയോഗിച്ച് ക്യൂവിന് മുമ്പിലുള്ള, പിന്നെ ചൈനീസ് താരത്തിൻ്റെ ക്യൂവിന് മുമ്പിലുള്ള പോണിനെ വെട്ടിയെടുത്തു. E×D5. തിരിച്ച് ചൈനീസ് താരവും ഇതിനെ വെട്ടിയെടുത്തു. E6 പോണിനെ ഉപയോഗിച്ച് അങ്ങനെ D5 ആ പോണിനെ വെട്ടിയെടുത്തു. അപ്പോൾ ഈ 3ാമത്തെ നീക്കത്തെ പല അന്തർദേശീയ താരങ്ങൾ, പഴയ മുൻ താരങ്ങളൊക്കെ, സീനിയർ താരങ്ങളൊക്കെ
വിമർശിച്ചിട്ടുണ്ടായിരുന്നു. എന്തുകൊണ്ടാണ് ഗുകേഷ് ഇങ്ങനെ ചെയ്തതെന്ന് മനസ്സിലായില്ല എന്ന് പറഞ്ഞു. പക്ഷേ നമുക്കറിയാം ആദ്യ ഗെയിമിൽ വെട്ടിയെടുക്കാത്തതുകൊണ്ട് പല അബദ്ധങ്ങളും അവിടെ സംഭവിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്രാവശ്യം അതുകൊണ്ട് കൂടിയായിരിക്കണം പെട്ടെന്ന് തന്നെ വെട്ടിയെടുത്തത്. കാരണം ഇങ്ങനെ വെട്ടിയെടുത്ത് എന്ത് സംഭവിക്കുക വെച്ചാൽ കളി പിന്നെ സമനിലയിലേക്കാണ് നീങ്ങുക കേട്ടോ. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. കാരണം പെട്ടെന്ന് തന്നെ ഓരോ കരുക്കൾ നമ്മൾ ക്യാൻസലാക്കുമ്പോൾ ആ കളി കൂടുതലും സമനില ആവാനാണ് സാധ്യത. ഒരേ പൊസിഷനാവും രണ്ടുപേർക്കും വരിക. പിന്നെ നാലാമത്തെ നീക്കത്തിൽ ഗുകേഷ് ഇത് F3 ആണ്. നൈറ്റിനെടുത്ത് F3യിലേക്ക് വെച്ചു. കുതിരയെടുത്ത് അതായത് ജിയിലുള്ള നൈറ്റിനെ എടുത്തിട്ട് F3യിലേക്ക് വെച്ചു. ചൈനീസ് താരം അത് തന്നെ ചെയ്തത്. അദ്ദേഹത്തിൻ്റെ ജിയിലുള്ള നൈറ്റിനെ എടുത്തിട്ട് ആ F6ലേക്ക് വെച്ചു. F6ൽ NF3 NF6. പിന്നെ അപ്പോൾ ഇയാൾ ഗുകേഷ് ബിഷപ്പിനെടുത്ത് D3യിലേക്ക് വെച്ചു. മറ്റേ ആൾ C5 നീക്കി. ഈ C5 ഒരു അപകടകരമായൊരു നീക്കമാണ് ശരിക്ക്. കാരണം നമുക്കറിയാം ഒന്നാമത്തെ ഗെയിമിലും ചൈനീസ് താരം ചെയ്തത് തന്നെയാണ്. സിയിലെയും എയിലെയും പോണിനെ മുന്നോട്ട് നീക്കിയിട്ടാണ് കളി മുന്നോട്ട് കൊണ്ടുപോയത്. C5. അപ്പോൾ ഗുകേഷ് C3 വെച്ചു. ഒരു കോളം മാത്രം മുന്നോട്ട് നീക്കി. മറ്റേ ആൾ ആ C5ൽ വെച്ച പോണിനെ C4ലേക്ക് നീക്കി ചൈനീസ് താരം. ഇതേതാണ്ട് നമ്മൾ കഴിഞ്ഞ ഗെയിമിലെ ഒന്നാമത്തെ ഗെയിമിലെ ഒരു ഇതിനെ ആയിട്ട് കൊണ്ടുവരാണ്. പക്ഷേ ഇവിടെ വെട്ടിയെടുത്തിട്ടുണ്ട്. അതുകൊണ്ട് പിന്നെ അങ്ങനെ വരില്ല. പിന്നെ അപ്പോൾ ഗുകേഷ് ബിഷപ്പിനെടുത്ത് C2ലേക്ക് വെച്ചു. അതായത് D3യിലുള്ള ബിഷപ്പിനെടുത്ത് C2ലേക്ക് വെച്ചു. മറ്റേ ആൾ ബിഷപ്പിനെടുത്ത് D6ലേക്കും വെച്ചു. പിന്നെ അതിനുശേഷം ക്യൂവിനെയാണ് രണ്ടുപേരും നീക്കിയത്. ക്യൂവിനെ E2ലേക്ക് വെച്ചു ഗുകേഷ്. മറ്റേ ആൾ E7ലേക്കും വെച്ചു. അടുത്ത നീക്കത്തിൽ ക്യൂവിനെ ക്യാൻസലാക്കുകയും ചെയ്തു രണ്ടുപേരും. ഒമ്പതാമത്തെ നീക്കത്തിൽ നമുക്കറിയാം ആദ്യത്തെ ഗെയിമിൽ ക്യൂവിനെ ക്യാൻസലാക്കാൻ പറ്റിയ ഒരു അവസരം വന്നപ്പോൾ ഗുകേഷ് അത് പിന്നോട്ട് എടുക്കുകയാണ് ചെയ്തത്. അത് അദ്ദേഹത്തിൻ്റെ എന്താ പറയുക കുറേ മുൻതൂക്കം ഒരുപാട് നഷ്ടപ്പെടുത്തി. അതാണ് പിന്നീട് പരാജയത്തിലേക്ക് നയിക്കാനുണ്ടായിരുന്ന ഒരു കാരണം അതായിരുന്നു. അപ്പോൾ ഈ പ്രാവശ്യം ഗുകേഷ് അതിനെ ക്യാൻസൽ ചെയ്യാണ്. കിങ്ങിനെ പോയെടുത്തു, മറ്റാളും തിരിച്ച് കിങ്ങിനെ എടുത്തു. ക്യൂവിനെ പോയെടുത്തു, മറ്റാളും തിരിച്ച് ക്യൂവിനെ എടുത്തു. ക്യൂവിനെ പരസ്പരം ക്യാൻസൽ ചെയ്തു. അപ്പോൾ ഇങ്ങനെയുള്ള നീക്കങ്ങളൊക്കെ എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ ഇതുപോലുള്ള നീക്കങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ അത് സമനിലയിലേക്കാണ് കളി പോകുക കേട്ടോ. അപ്പോൾ തുടക്കത്തിൽ നമുക്ക് മനസ്സിലാക്കാം കളി സമനിലയിലേക്കാണ് പോകുന്നത്. അതിനുശേഷം ഗുകേഷ് കാസിൽ ചെയ്യാണ് ചെയ്തത്. അപ്പോൾ മറ്റേ ആൾ ക്യൂവിനെ വെട്ടിയത് കിങ്ങിനെ കൊണ്ടായതുകൊണ്ട് അതായത് ചൈനീസ് താരം ഇപ്പോൾ നമ്മൾ ക്യൂവിനെ ക്യാൻസൽ ചെയ്തല്ലോ. ഗുകേഷാണ് ആദ്യം ക്യൂവിനെ വെട്ടിയത്. അപ്പോൾ മറ്റേ ചൈനീസ് താരത്തിന് ക്യൂവിനെ വെട്ടിയത് ഗുകേഷാണ്. അപ്പോൾ തിരിച്ചു വെട്ടിയത് കിങ്ങിനെ ഉപയോഗിച്ചിട്ടാണ്. അപ്പോൾ കിങ്ങിനെ ഒരു നീക്കം നീക്കിക്കൊണ്ട് പിന്നെ ചൈനീസ് താരത്തിന് കാസിൽ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതേസമയം ഗുകേഷ് അവിടെയൊക്കെ കാസിൽ ചെയ്തു. അപ്പോൾ മറ്റേ ആൾ അവിടെ റൂക്കിനെ E8ക്ക് കൊണ്ടുവന്നു. അപ്പോൾ ഇതുപോലെ ഓരോ നീക്കവും ഒരേപോലെയുള്ള നീക്കങ്ങളാണ് പിന്നെയൊക്കെ വരുന്നത്. അപ്പോൾ അത് പിന്നെ കളി സമനിലയിലേക്ക് തുടക്കം മുതലേ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അതുകൊണ്ടാണ് പല സീനിയർ താരങ്ങളൊക്കെ ഇതിനെ ചെറിയൊരു വിമർശനം നടത്തിയത്. വിജയിക്കാൻ വേണ്ടി രണ്ടുപേരും ശ്രമം നടത്തിയില്ല എന്നുള്ളൊരു ഇത്. അപ്പോൾ ഇങ്ങനെ പോയി കളിയുടെ ഒരു മധ്യഘട്ടമായപ്പോൾ ഗുകേഷിന് ചെറിയൊരു മുൻതൂക്കം നഷ്ടപ്പെട്ടിരുന്നു. പക്ഷേ പിന്നീട് അത് കളിച്ച് തിരിച്ച് പിടിച്ചു. അങ്ങനെ ഒരു 40 ഗെയിമായപ്പോൾ രണ്ടുപേരും സമനിലയ്ക്ക് സമ്മതിക്കുകയായിരുന്നു. ഇപ്പോൾ മൊത്തത്തിൽ രണ്ടുപേർക്കും 2.5 പോയിൻ്റ് വീതമുണ്ട്. ഇനി 6ാമത്തെ ഗെയിമിൽ ചൈനീസ് താരത്തിനായിരിക്കും വെള്ളക്കരുക്കൾ. ആദ്യം 7.5 പോയിൻ്റ് ലഭിക്കുന്ന ആളായിരിക്കും അടുത്ത ലോക ചാമ്പ്യൻ. അപ്പോൾ അടുത്ത അപ്ഡേറ്റ് ആയിട്ട് വരുന്നവരെ നമസ്കാരം. താങ്ക് യു.